ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മന്നാസ് ഹെവൻ എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിനെ പറ്റിയാണ്. ഇത് നമ്മുടെ വരാപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നവംബർ 1 ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഫസ്റ്റ് വീക്കിലായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് എൻ്റെ വിശേഷങ്ങളോട് പോവാം. 5 മുറിയായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. താഴത്തെ ഒരു മുറിയും മുകളിൽ 4 റൂമായിട്ടാണ്. നമുക്കിവിടെ ചെറിയ ഫങ്ഷൻസൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് സ്റ്റേജായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് ചെറിയൊരു ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. കാർ പാർക്കിംഗ് ഏരിയ ഇതിൻ്റെ സൈഡിലുണ്ട്. റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു പറമ്പുണ്ട്. അവിടെ ആയിട്ട് നമുക്ക് വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാൻ പറ്റും. നൈറ്റിലാണ് നല്ല വൈബ്. ഡേ ടൈമിൽ ഇത്രയും ഒരു വൈബ് കിട്ടില്ല. ഇതിൻ്റെ ബാക്ക് സൈഡ് പുഴയാണ്. നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഇത് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഈ കാണുന്ന ഊഞ്ഞാലില്ല, അതിനൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മളൊന്ന് ആടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്പീഡിൽ തന്നെ ആടിക്കൊണ്ടിരുന്നോളും. പിന്നെ അത് സ്പീഡ് കുറയില്ല. ഇത് സ്വിമ്മിംഗ് പൂള് പണി തീർന്നിരിക്കുകയാണ്. അഴുക്കാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമുക്കിപ്പോൾ പുഴയുടെ സൈഡിൽ ഒരു ചെറിയ ഇരിക്കാനുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മുടെ വരാപ്പുഴ പാലം, അതായത് തുടത്തങ്കടവ് വരാപ്പുഴ പാലമാണ് കാണുന്നത് കേട്ടോ. ചെട്ടിഭാഗം നെടുങ്കടവ് പാലം, ഐലൻഡിലോട്ട് പോണ പാലമാണത്. ഇവിടെ നിന്നുള്ള ഒരു വൈബ് കണ്ട. അത് തൊട്ടപ്പുറത്തെ ടീമുകളുടെയാണ് കേട്ടോ, ചീനവലയും കാര്യങ്ങളൊക്കെ. സ്വിമ്മിംഗ് പൂൾ ഓപ്പണിങ്ങിൻ്റെ ടൈമിലാണ് അത് ഷീറ്റൊക്കെ എടുത്ത് മാറ്റി ക്ലിയർ ആക്കുള്ളൂ. ഞാനപ്പോൾ അത് മാറ്റാൻ നിന്നില്ല. ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഇത് നമ്മളിനി ഒരാൾ പിടിച്ച് നിർത്തണം, അല്ലെങ്കിൽ ആ സ്പീഡിൽ തന്നെ ചാടി ഇറങ്ങേണ്ടി വരും ഒറ്റയ്ക്കാണെങ്കിൽ. അതാണ് ആ ഊഞ്ഞാലിൻ്റെ പ്രത്യേകത. വാഷ് ഏരിയ അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റുന്നതായിരിക്കും. ഇത് സ്വിമ്മിംഗ് പൂൾ. അത് കഴിഞ്ഞിട്ട് ഇത് വാഷിംഗ് ഏരിയ ഉണ്ട്. കുളി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടി പോയാൽ ഇവിടെ ഒരു വാഷിങ്ങും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ടോയ്ലറ്റും ഉണ്ട് കേട്ടോ. ഇത് ബാക്ക് സൈഡാണ് ടോയ്ലറ്റ്. ബാക്ക് സൈഡ് വ്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളിത് മറ്റേ ഫ്രണ്ട് ഏരിയ ആണ്. അത് ഓഫീസ് റൂമാണ്. സ്റ്റേജായിട്ടാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലേ നമുക്ക് അകത്തോട്ട് പോകാം. ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഒരു 10-15 പേർക്കൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഡൈനിങ് ഏരിയ ആണ്. ഇത് കിച്ചണാണ്. ഇവിടെ ഒരു സ്റ്റോറുണ്ട്. ഇത് നമ്മുടെ വാഷിംഗ് ഏരിയ. ഡൈനിങ് ഏരിയ തിരിച്ചേർന്ന് തന്നെ വാഷിംഗ് ഏരിയയും ഒരു ടോയ്ലറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് അകത്തോട്ട് കയറാം. അത് അപ്പുറത്തുനിന്ന് ഗ്ലാസ് തുറന്നും കയറാൻ പറ്റും. അത് അടച്ചിട്ടെന്ന് വെച്ചാൽ സ്റ്റേജിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കൂടി പ്രൈവസി ആയിട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ താഴത്തെ ബെഡ്റൂം വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈഫൈ എല്ലാ റൂമിലും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ടോയ്ലറ്റൊക്കെയാണ്. ഇത് മുകളിലോട്ടുള്ളതാണ് സ്റ്റെയർ. അത്യാവശ്യം നല്ല ആംബിയൻസ് ആണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു റൂമുണ്ട്. പിന്നെ നേരെ ഒരു റൂമും നമുക്ക് കാണാൻ പറ്റും, ബെഡ്റൂം കേട്ടോ. ഇതാണ് ലെഫ്റ്റ് സൈഡിലെ റൂമും നേരെയുള്ള ബെഡ്റൂം കേട്ടോ. 2 ബെഡ്റൂം. പിന്നെ അപ്പുറത്തോട്ട് പോയാലേ ബാക്കി 2 ബെഡ്റൂം വരുള്ളൂ. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. ഇത് താഴത്തെ സെയിം വലിപ്പം തന്നെയാണ് ഈ ബെഡ്റൂമിനുള്ളത്. ടോയ്ലറ്റ് ഇത് തൊട്ടരിയത്തുള്ള അടുത്തൊരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തും കൊടുത്തിട്ടുണ്ട് ചെയറ്. എല്ലാം അത്യാവശ്യം ഫെസിലിറ്റി ഉള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ അപ്പുറത്തെ 2 ബെഡ്റൂമിലോട്ട് പോവാണ്. ഇവിടെ നിന്നുള്ള ഒരു നല്ല രസമുണ്ട്. നൈറ്റിൽ ലൈറ്റൊക്കെ ഇട്ടിങ്ങനെ പേര്. ഇവിടെയാണ് അടുത്ത ബെഡ്റൂം വരുന്നത് കേട്ടോ. ഈ 2 ബെഡ്റൂമും സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ താഴത്തെ ഡൈനിങ് ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു ബെഡ്റൂം, അവിടേക്ക് പോകുമ്പോഴും ഒരു ചെയർ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂം നമ്മുടെ കിച്ചണിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത് കേട്ടോ. അഞ്ച് ബെഡ്റൂമാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് മൊത്തത്തിലുള്ളത്.
മുകളിലേക്ക് ലൈറ്റ് വർക്കൊക്കെ കൊടുത്ത് നല്ല രസമായിട്ടുണ്ട്. ഇത് നമ്മുടെ ഏറ്റവും മുകളിൽ ടെറസിലോട്ട് പോകുന്ന ഒരു സ്റ്റെയറാണ്. അവിടെ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അവിടെ നിന്നുള്ളൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതേമാതിരിയുള്ള നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ അവിടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. ആംബിയൻസ് കണ്ടില്ലേ, എന്നാ ലുക്കല്ലേ.